ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജനറ്റിക് ഡിസോർഡേഴ്സ് രണ്ട് തരമുണ്ടെന്നും കാറ്റഗറൈസ്ഡ് ഇൻ ടു മെൻഡീലിയൻ ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമസോം ഡിസോർഡേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. ആൻഡ് വി സൈറ്റഡ് സം എക്സാമ്പിൾസ് ഫോർ ഈച്ച്. മെൻഡീലിയൻ ഡിസോർഡറിന് കുറച്ച് എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ട്, ക്രോമസോം ഡിസോർഡറിനും ഒരു 3 എക്സാമ്പിൾസ് കണ്ടു. അപ്പം ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിനു മുൻപ് നമുക്ക് ഒരു ടേം ഉണ്ട്, സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ്. എന്താണ് സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് എന്നുള്ളതാണ്, ഓർ സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടേഴ്സ് എന്താണ് അതൊന്ന് വ്യക്തമായതിനു ശേഷം അടുത്ത പാഠഭാഗത്തിലേക്ക് പോവാം. The characters which are located or which are controlled by the genes that are located on the sex chromosomes. എന്താണ്? The character controlled by genes that are located on sex chromosomes. സെക്സ് ക്രോമസോമിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ജീൻസ് നിയന്ത്രിക്കുന്ന ക്യാരക്ടേഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടേഴ്സ്. Sex linked characters are characters which are controlled by genes that are located on sex chromosomes, and these genes are located generally on X chromosome and rarely on Y chromosome. കൂടുതലായും ഈ ജീൻസ് എവിടെയാണ് കാണുന്നത്? എക്സ് ക്രോമസോമിലാണ്. വൈ ക്രോമസോമിൽ ഈ ജീൻസ് വളരെ റയറായിട്ടേ കാണുന്നുള്ളൂ. And the inheritance pattern they follow, zigzag inheritance or criss-cross inheritance. അതൊരു പുതിയൊരു വാക്കാണ്. What is zigzag inheritance or criss-cross inheritance? അത് from a father the character is passed on to the grandson. അച്ഛനിൽ നിന്ന് മകള് വഴി ഗ്രാൻഡ്സണിലേക്കാണ് ആ സ്വഭാവം എത്തിയിരിക്കുന്നത്, എക്സ്പ്രസ് ആവുന്നത്. അപ്പം ഇവിടെ മകൾ, അച്ഛനിൽ നിന്നുള്ള ക്യാരക്ടർ മകളിൽ എത്തുന്നുണ്ട്. മകളൊരു കാരിയർ മാത്രമാണ് ജീനിൻ്റെ. ആ ജീനിനെ കാരിയറായിട്ട് അടുത്ത തലമുറയിലുള്ള ഈ ഗ്രാൻഡ്സണിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് ആണ് കാണുന്നത്, സിഗ്സാഗ് ഇൻഹെറിറ്റൻസ്. അപ്പം ഇത്തരത്തിലുള്ള സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടേഴ്സ് സാധാരണ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ സിഗ്സാഗ് ഇൻഹെറിറ്റൻസ് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് ദിസ് വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ TH Morgan in 1910 while he was doing experiments on Drosophila melanogaster. ഫ്രൂട്ട് ഫ്ലൈ എന്ന ഡ്രോസോഫില മെലനോഗാസ്റ്ററിൽ TH Morgan പരീക്ഷണങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞത്. ഇത് മനസ്സിലായോ? വാട്ട് ഇസ് സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ്, ഓർ വാട്ട് ഇസ് സെക്സ് ലിങ്ക്ഡ് ജീൻസ്, ഓർ വാട്ട് ഇസ് സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടേഴ്സ്? ദേ ആർ ക്യാരക്ടേഴ്സ് which are controlled by genes which are located on the sex chromosome. Usually X chromosome is responsible or holds these genes, and the Y chromosome rarely holds these genes. എഫക്റ്റേഴ്സ് കൂടുതലും മെയിലാണ്, ഫീമെയിൽ എപ്പോഴും കാരിയർ മാത്രമായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അതും നമ്മൾ ഈ കാര്യത്തിൽ ഓർത്തിരിക്കണം. ഇനി അടുത്ത സബ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. കളർ ബ്ലൈൻഡ്നെസ്. കളർ ബ്ലൈൻഡ്നെസ് ഇസ് എ ഹെറിഡിറ്ററി ഡിസോർഡർ, പാരമ്പര്യമായ തകരാറാണ്. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് ഐഡൻറ്റിഫൈഡ് ബൈ വിൽസൺ ഇൻ 1911. ഒരു ജെനറ്റിസിസ്റ്റായ വിൽസൺ ആണ് 1911 ഈ തകരാറ്, കളർ ബ്ലൈൻഡ്നെസ് എന്ന ഒരു ഡിഫക്റ്റ് കണ്ടെത്തിയത്. ആൻഡ് ദിസ് ക്യാരക്ടർ ഈസ് ഐഡൻറ്റിഫൈഡ് ആസ്, or the defect is identified as, the affected person cannot distinguish red color from green color. ചുവപ്പ് നിറവും പച്ച നിറവും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കളർ ബ്ലൈൻഡ്നെസ്. ആൻഡ് ദിസ് ഡിസീസ് ഈസ് കൺട്രോൾഡ് ബൈ എ ഡെഫക്റ്റീവ് ജീൻ, റെസസീവ് ജീൻ. ഡെഫക്റ്റീവായ റെസസീവ് ജീനാണ് ഈ അസുഖത്തെ നിയന്ത്രിക്കുന്നത്. ജനറലി എക്സ് ക്രോമോസോം ക്യാരീസ് ദ ജീൻ. നോർമൽ ജീനായാലും റെസസീവ് ജീനായാലും ഈ കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ ജീന് എക്സ് ക്രോമസോമിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ആൻഡ് വൈ chromosome does not have this gene. And the pattern of inheritance, as I told earlier, നേരത്തെ പറഞ്ഞ പോലെ pattern of inheritance we call criss-cross inheritance or zigzag inheritance. അതെങ്ങനെയായിരുന്നു? ഫാദറിൽ ഈ ഒരു അസുഖം ഉണ്ടെന്ന് കരുതുക. ആ അസുഖത്തിൻ്റെ ജീന് മകള് വഴി ഗ്രാൻഡ് സണ്ണിലെത്തുകയാണ്. ഫാദറിനുള്ള അസുഖം ഗ്രാൻഡ് സണ്ണിലാണ് എക്സ്പ്രസ് ആവുന്നത്.
മകളെ ഹെറ്ററോസൈഗസ് കണ്ടീഷനിലായതുകൊണ്ട് കാരിയർ മാത്രമാണ്. ഇവിടെ ഞാൻ ഇടാൻ പോകുന്ന ഒരു ഇല്ലസ്ട്രേഷൻ ശ്രദ്ധിച്ചു നോക്കാം, ക്ലിയർ ആവും എന്താണ് സിഗ്സാഗ് ഇൻഹെറിറ്റൻസ് എന്നും എങ്ങനെയാണ് കളർ ബ്ലൈൻഡ്നെസ് എന്നും ക്ലിയർ ആവും. സീ ദിസ് ഇല്ലസ്ട്രേഷൻ. ഇവിടെ നമ്മൾ നോർമൽ മദറിനെ കാണുന്നുണ്ടല്ലോ, XX മദർ. അവിടെ ജീൻ എന്താണ്? നോർമൽ ജീൻ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി, രണ്ട് എക്സ് ക്രോമസോമിൽ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഫാദർ നോക്കൂ, കളർ ബ്ലൈൻഡ് ആണ് ഫാദർ, അവിടെ ഡിസീസ്ഡ് ആണ്. അവിടെ XY എന്നാണ് ഫാദറിൻ്റെത്. എക്സ് ക്രോമസോമിൽ മാത്രമേ ജീൻ ഉള്ളൂ, Y ക്രോമസോമിൽ ജീൻ ഇല്ലാന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ റെസസീവ് കണ്ടീഷനിലായതുകൊണ്ട് സ്മോൾ ലെറ്റർ B ആണ്. ഇവരുടെ ക്രോസിൽ ഉണ്ടാവുന്ന നെക്സ്റ്റ് ജനറേഷനിൽ ചാൻസസ് എന്തൊക്കെയാണ്? ഒരു ഫീമെയിൽ ചൈൽഡിനും ചാൻസ് ഉണ്ട്, ഒരു മെയിൽ ചൈൽഡിനും. ഫീമെയിൽ ചൈൽഡ് എന്താണ് നോക്കൂ, ഹെറ്ററോസൈഗസ് കണ്ടീഷനിലാണ്. ഒരു നോർമൽ അലീലും ഒരു റെസസീവ് അലീലും അവിടെ കാണുന്നുണ്ട് അല്ലേ. ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും ഉണ്ട്. അപ്പോൾ ഫീമെയിലിന് എക്സ്പ്രസ് ആവുമോ അസുഖം? ആണോ? ഇല്ല. കാരണം എന്താണ്? ഇത് ഡോമിനന്റ് ക്യാരക്ടറാണ് എക്സ്പ്രസ് ആവുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നേരത്തെ അല്ലേ, ലോ ഓഫ് ഡോമിനൻസിൽ ക്യാപിറ്റൽ ബി ആണ് എക്സ്പ്രസ് ആവുക. അപ്പോൾ ഫീമെയിൽ ഇവിടെ ഒരു കാരിയർ ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഈ ഫീമെയിൽ ചൈൽഡ് ഒരു നോർമൽ മെയിലുമായിട്ട് മാരി ചെയ്ത് കഴിഞ്ഞാൽ 4 ചാൻസസ് ഉണ്ട്. പ്രോജനിക്കുള്ള ചാൻസസ് 4ആണ്. എന്തൊക്കെയാണ് നോക്കൂ. ഒരു ഫീമെയിൽ ചൈൽഡ് നോർമൽ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി. നെക്സ്റ്റ് വൺ ഫീമെയിൽ ചൈൽഡ് തന്നെ ക്യാപിറ്റൽ ബി സ്മോൾ ബി. ഹെറ്ററോസൈഗസ് കണ്ടീഷനിലാവുമ്പോൾ ക്യാപിറ്റൽ ബി ഡോമിനന്റ് ക്യാരക്ടർ ആയതുകൊണ്ട് അത് എക്സ്പ്രസ് ആവും അല്ലെ, അത് കാരിയർ ആയിട്ട് മാത്രമേ വരുള്ളൂ ആ ഫീമെയിൽ. അപ്പോൾ എക്സ്പ്രസ് ആവുന്നില്ലേ, നോർമലാണ് പ്രകടമായി ഫിനോടൈപ്പ്. അടുത്ത തേർഡ് പ്രോജനിയുടെ അവസ്ഥ എന്താണ്? മെയിലാണ്. മെയിലിന് Y ക്രോമസോമിൽ ഇല്ലല്ലോ ജീന്. എക്സ് ക്രോമസോമിൽ എന്താണ്? ക്യാപിറ്റൽ ബി ആണ്, ഡോമിനന്റ് ക്യാരക്ടറാണ്, നോർമലാണ്. എന്നാൽ ഫോർത്ത് ചൈൽഡിന് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഈ ഒരു ചാൻസ് കൂടി മെയിൽ ചൈൽഡാണ്. ഇവിടെ എക്സ് ക്രോമസോമിൽ റെസസീവ് ജീനാണ് കാണുന്നത്. അപ്പോൾ ആ ചൈൽഡിന് അസുഖമുണ്ട്, ഡിഫക്റ്റ് ഉണ്ട്, കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഫാദറിലുള്ള ഡിഫക്റ്റ് ആര് വഴിയാണ് കുട്ടിയിലെത്തിയിരിക്കുന്നത്? ഈ കുട്ടിയിൽ അമ്മ വഴി അല്ലേ. അപ്പം ഡിഫക്ട്സ് ആർക്കൊക്കെയാണ് കാണുന്നത്? മെയിൽ ഫാദറിനും മെയിൽ ചൈൽഡിനുമാണ് ഡിഫക്റ്റ് കാണുന്നത്, കളർ ബ്ലൈൻഡ്നെസ് എന്നുള്ളത്. അപ്പോൾ ഫീമെയിലിന് ഡിഫക്റ്റ് എക്സ്പ്രസ് ആവുന്നുണ്ടോ? ഇല്ല, ഹിഡൺ ആയിട്ട് നിൽക്കുകയാണ്. ഷീ ഈസ് ഓൺലി എ കാരിയർ. ഇങ്ങനൊരു ഇൻഹെറിറ്റൻസ്, അതായത് ഫാദറിൽ നിന്ന് ഗ്രാൻഡ് സണ്ണിലേക്ക് ഡോട്ടർ വഴി വരുന്നതാണ് സിഗ്സാഗ് ഇൻഹെറിറ്റൻസ് ഓർ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ്. ക്ലിയർ ആയോ? അപ്പം നമ്മൾ കളർ ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ച് പഠിച്ചു. അവിടെ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് കാണുന്നുണ്ട്. സാധാരണ ഈ ഡിഫക്റ്റ് മെയിലിലാണ് എക്സ്പ്രസ് ആവുന്നത്, ഫീമെയിലിൽ കാണുന്നില്ല. ഇത് Y ക്രോമസോമിൽ ഇതിനുള്ള ജീന്, റെസസീവ് ജീൻ ഒരു ജീനും ഇല്ല. എക്സ് ക്രോമസോമിലാണ് ജീന് നിൽക്കുന്നത്. ഡിഫക്റ്റീവ് ജീനസ് റെസസീവ് കണ്ടീഷൻ. ഇതിൻ്റെ ഡിഫക്റ്റ് എന്താണ്? ഡിഫക്റ്റ് ഉള്ള എഫക്റ്റഡ് പേഴ്സൺ എന്താണ്? റെഡ് കളറും ഗ്രീൻ കളറും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. Another Mendelian disorder is hemophilia. Hemophilia is also called bleeder's disease. This disease was first identified by John Cotto in 1803. The disease is controlled by a recessive gene which is present in X chromosome and it is not located on Y chromosome. X chromosome മാത്രം കാണുന്നതാണ് ഈ റെസസീവ് ജീന്. റെസസീവ് ജീൻ കണ്ടീഷൻ വരുമ്പോഴാണ് ഡിസീസ്ഡ് കണ്ടീഷൻ വരുന്നത്. നോർമലി ഇറ്റ് ഈസ് ഓക്കെ. ഇത് ബ്ലീഡേഴ്സ് ഡിസീസ് എന്ന് വിളിക്കാൻ കാരണം ജനറലി ഇൻ എ നോർമൽ പേഴ്സൺ from a cut or wound, bleeding occurs for a period of 2 to 8 minutes. After that, clotting is happening, blood clotting or coagulation. But in a hemophilic person, blood clotting takes more than 20 minutes and it takes up to 1 hour. ഈ റെസസീവ് ജീൻ വരുമ്പോഴാണ് ഹീമോഫിലിക് ആവുന്നത്. എക്സ് ക്രോമസോമിലാണ് ഈ ജീൻസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ബ്ലീഡിംഗ് ആണ് ഇതിൻ്റെ സിംറ്റം. വൈ? എന്തുകൊണ്ടാണ് ഇത് ബ്ലീഡിംഗ് വരുന്നത്? ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് എ ക്ലോട്ടിംഗ് ഫാക്ടർ ഓഫ് പ്രോട്ടീൻ. ഗ്ലോബുലിൻ എന്ന പ്രോട്ടീനിൻ്റെ ആബ്സെൻസ് കൊണ്ടാണ് ഈ തകരാറ് വരുന്നത്. ജെനറ്റിക് ഡിസോർഡർ ആണ്. ജീനിനുള്ള തകരാറ് കൊണ്ട് ഈ പ്രോട്ടീനിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുന്നു, ഇല്ലാതാവുന്നു. അങ്ങനെ പ്രോട്ടീൻ്റെ ആബ്സെൻസ് കൊണ്ട് ബ്ലഡ് ക്ലോട്ടിംഗ് അവിടെ നടക്കുന്നില്ല, ബ്ലീഡിംഗ് നടക്കുകയാണ്. ആൻഡ് ദിസ് വാസ് ഫസ്റ്റ് ഐഡൻറ്റിഫൈഡ് ഇൻ ക്വീൻ വിക്ടോറിയ ഡ്യൂ ടു മ്യൂട്ടൻ ജീൻ. മ്യൂട്ടേഷനിലൂടെയാണ് ക്വീൻ വിക്ടോറിയയിൽ
ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തതും then it is transmitted to her descendants. As it was first observed in Queen Victoria, this disease is also known as royal disease. ഈ രോഗത്തെ റോയൽ ഡിസീസ് എന്നുകൂടി പറയുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ ഹിമോഫിലിയ സിഗ്സാഗ് ഇൻഹെറിറ്റൻസിലൂടെ അഥവാ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസിലൂടെ തലമുറകളിലേക്ക് വരുന്നത് എന്ന് ഈ ചാർട്ടിലൂടെ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞ അതേ രീതിയാണ്. See the illustration here. ഇല്ലസ്ട്രേഷനിൽ നമ്മൾ ഫീമെയിൽ പാരന്റ് നോർമലാണ്, ഡോമിനന്റ് ജീൻ ക്യാപിറ്റൽ എച്ച്. ദ മെയിൽ പാരന്റ് ഇസ് എഫക്റ്റഡ്. ഇവിടെ മെയിൽ പാരന്റ് എഫക്റ്റഡ് ആണ്, ഹീമോഫിലിക് ആണ്. എക്സ് ക്രോമസോമിൽ മാത്രം ഈ ജീന് കാണുന്നതുകൊണ്ട് ഇവിടെ റെസസീവ് ജീനാണ് ഹീമോഫിലിക് ആക്കുന്നത് അല്ലേ. എക്സ് ക്രോമസോമിൽ സ്മോൾ ലെറ്റർ എച്ച് ഉണ്ട്. ഇവരുടെ ക്രോസിലൂടെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പ്രോജനീസ് 50% മെയിൽ ആൻഡ് 50% ഫീമെയിലാണ്. അതിലുള്ള ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷനിലുള്ള ഫീമെയിലാണ്. ക്യാപിറ്റൽ എച്ച് സ്മോൾ എച്ച് എന്നുള്ള ഫീമെയിൽ ഒരു നോർമൽ മെയിലുമായിട്ട് മേറ്റിങ്ങിലൂടെ ഉണ്ടാകുന്ന നെക്സ്റ്റ് പ്രോജനീനെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 50-50 ആണ്. 2 മെയിലും 2 ഫീമെയിലും കിട്ടിയിരിക്കുന്നു അല്ലേ. അതിൽ ഫസ്റ്റ് ഫീമെയിൽ ക്യാപിറ്റൽ എച്ച് നോർമൽ ആണല്ലോ. സെക്കൻഡ് ഫീമെയിൽ ക്യാപിറ്റൽ എച്ച് സ്മോൾ എച്ച് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ്, നോർമലാണ്. ക്യാപിറ്റൽ എച്ച് ഉള്ളതുകൊണ്ട് ഡോമിനന്റ് ക്യാരക്ടറാണ് എക്സ്പ്രസ് ആവുള്ളൂ, ബട്ട് ഷീൽ ബി ദ കാരിയർ. ഇനി തേർഡ് ചൈൽഡ് നോക്കും, മെയിലാണ്. എക്സ് ക്രോമസോമിന് എന്ത് ജീനാണ്? ഡോമിനന്റ് ജീൻ ഉള്ളതുകൊണ്ട് ഹി ഈസ് നോർമൽ. ആൻഡ് ദ ഫോർത്ത് ചൈൽഡിനെ നോക്കൂ, എക്സ് ക്രോമസോമിനോട് ചേർന്ന് ഏതാ ജീൻ നിൽക്കുന്നത്? റെസസീവ് ജീൻ സ്മോൾ ലെറ്റർ എച്ച് ആണ് നിൽക്കുന്നത്. സോ ദാറ്റ് മെയിൽ ചൈൽഡ് ഇസ് എഫക്റ്റഡ്, ഹീമോഫിലിക്. അപ്പോൾ 25% ഓഫ് ചാൻസ് ഉണ്ട് ഹീമോഫിലിക് ആവാൻ വേണ്ടി. ഇവിടെ എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് വന്നിരിക്കുന്നത്? ഫ്രം ഫാദർ ടു ഗ്രാൻഡ് സൺ ത്രൂ ഡോട്ടർ ഹെറ്ററോസൈഗസ് കണ്ടീഷനിലാണ്, ഷീൽ ബി ദി കാരിയർ. സോ ദിസ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഈസ് നോൺ ആസ് സിഗ്സാഗ് ഇൻഹെറിറ്റൻസ് ഓർ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ്. ഇത്തരത്തിലുള്ള ഇൻഹെറിറ്റൻസിനാണ് ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ സിഗ്സാഗ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീമോഫിലിയ മനസ്സിലായോ? ബ്ലീഡേഴ്സ് ഡിസീസ് എന്തുകൊണ്ടാണ് വിളിച്ചതെന്ന് മനസ്സിലായി. റെസസീവ് ജീനാണ്. ഇത് എക്സ് ക്രോമസോമിലാണ് കാണുന്നത്, വൈ ക്രോമസോമിൽ കാണുന്നില്ല. ഈ റെസസീവ് കണ്ടീഷനിൽ ജീൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മെയിൽ സാധാരണ എന്താവും? ഹീമോഫിലിക് ആവും. സാധാരണ ഇത് മെയിലാണ് എഫക്റ്റഡായി കാണുന്നത്. ഫീമെയിലിൽ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, ക്വീൻ വിക്ടോറിയയിൽ മ്യൂട്ടേഷനിലൂടെയാണ് ആദ്യമായി വന്നിരിക്കുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ഹീമോഫിലിയ. നെക്സ്റ്റ് മെൻഡീലിയൻ ഡിസോർഡേഴ്സ്, സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ എന്ന് പറയുമ്പോൾ അരിവാള്. ഈ എഫക്റ്റഡ് പേഴ്സന്റെ RBC ഒരു അരിവാൾ ആകൃതിയിൽ, അരിവാൾ രോഗം എന്നുകൂടി മലയാളത്തിൽ പറയുന്നുണ്ട്. ഇൻ സിക്കിൾ സെൽ അനീമിക് പേഴ്സൺ ദ RBC is sickle shaped and the oxygen carrying capacity of this RBC becomes low and it is controlled by a recessive gene. ഈ അസുഖത്തിന് കാരണം ഒരു റെസസീവ് ജീനാണ്. റെസസീവ് ജീനസ് HBS എന്ന റെസസീവ് ജീനാണ് ഈ രോഗത്തിന് കാരണം. ആൻഡ് ഇൻ നോർമൽ കണ്ടീഷൻ ദ ജീൻ വിൽ ബി ഡോമിനന്റ് ക്യാരക്ടറായിട്ട്. ഡോമിനന്റ് ജീൻ എങ്ങനെയാണ്? HBA. ഡിഫക്റ്റീവ് ജീൻ എന്താണ്? റെസസീവ് ജീൻ HBS. എന്നാൽ ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ വരുമല്ലോ, HBS. അത് ഹെറ്ററോസൈഗസ് കണ്ടീഷനാണ്. ഈ ഹെറ്ററോസൈഗസ് കണ്ടീഷനിലും ഡോമിനന്റ് ക്യാരക്ടറാണ് എക്സ്പ്രസ് ആവുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡോമിനന്റ് ക്യാരക്ടർ എക്സ്പ്രസ് ആവും, ബട്ട് ദ പേഴ്സൺ വിൽ ബി ദി കാരിയർ. എന്താണ് സിക്കിൾ സെൽ അനീമിക് പേഴ്സന്റെ ഡിഫക്റ്റ്? എന്താണ്? തകരാറ് എന്താണ്? ഹിയർ ദ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് RBC വിൽ ബി വെരി ലെസ്. ഈ പേഴ്സന്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. ഇതെന്താണ് സംഭവിക്കാൻ കാരണം എന്നാണ് നമ്മൾ അറിയേണ്ടത്. ജനറ്റിക് ഡിസോർഡറാണ്, മെൻഡീലിയൻ ഡിസോർഡറാണ്. ഇതെന്താണ് ഇതിന് കാരണം? അതിന് കാരണം ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന ഒരു വ്യത്യാസമാണ്. ഹ്യൂമൻ ബീയിങ്സിലെ ഹീമോഗ്ലോബിനിൽ 4 ചെയിൻസ് ഉണ്ട്. 2 ആൽഫ ചെയിൻസ് ആൻഡ് 2 ബീറ്റ ചെയിൻസ്. 4 പോളിപെപ്റ്റൈഡ് ചെയിനിൽ 2 ആൽഫ ചെയിൻസും 2 ബീറ്റ ചെയിൻസും. The 2 alpha chains
in the normal person and the affected person will be the same. രണ്ട് ആൽഫ ചെയിനും രണ്ട് ബീറ്റ ചെയിനിലും ഈ ആൽഫ ചെയിന് രണ്ടെണ്ണവും നോർമൽ പേഴ്സണിനും സിക്കിൾ സെൽ അനീമിയ ഉള്ള പേഴ്സണിനും ഒരുപോലെയാണ്. ബട്ട് ദ ഡിഫറൻസ് ലൈസ് ഓൺലി ഇൻ ദ ബീറ്റ ചെയിൻ. ബീറ്റ ചെയിനിലാണ് വ്യത്യാസം വരുന്നത്, അതും ചെറിയൊരു വ്യത്യാസമാണ്. The beta chain of hemoglobin consists of 146 amino acids. ഹിമോഗ്ലോബിൻ ഒരു പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? അമിനോ ആസിഡുകൾ ചേർത്ത് വെച്ചാണ്. 146 അമിനോ ആസിഡ് ഉണ്ട് ബീറ്റ ചെയിനിൽ മാത്രം. ആൻഡ് ഔട്ട് ഓഫ് ദിസ് 146 അമിനോ ആസിഡ്സ്, the sixth amino acid has slight difference. നോർമൽ പേഴ്സണിലുള്ള ബീറ്റ ചെയിനിലുള്ള അമിനോ ആസിഡിൻ്റെ ആറാമത്തെ അമിനോ ആസിഡിൽ ഗ്ലൂട്ടാമിക് ആസിഡാണ്, ഗ്ലൂട്ടാമിക് ആസിഡ്. എന്നാൽ എഫക്റ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിക് പേഴ്സണിൽ സിക്സ്ത് അമിനോ ആസിഡ് വാലീനാണ് ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ്. സി ഹിയർ ചാർട്ട് നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കോളൂ. ആർ ബി സി കാണുന്നുണ്ടോ? നോർമൽ ആർ ബി സി എന്താ ഡിസ്ക് ഷേപ്പ് എന്നൊക്കെ ബൈക്കോൺകേവ് എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ എഫക്റ്റഡ് ആർ ബി സി സിക്കിൾ ഷേപ്ഡ് ആയിട്ടും കാണുന്നുണ്ട്. സിക്കിൾ സെൽഡ് അനീമിക് പേഴ്സൻ്റെ ആർ ബി സി സിക്കിൾ ഷേപ്ഡ് ആണ്. ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറവാണ്. ഇനി എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു തകരാറ് വരാൻ കാരണം? ആർ എൻ എ കോഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. ഇവിടെ ബീറ്റ ചെയിനിൽ 146 അമിനോ ആസിഡില്ലേ, അമിനോ ആസിഡ്സ് ആണ്. വാലിൻ, ല്യൂസീൻ, ഹിസ്റ്റീൻ എന്നൊക്കെ പറയുന്ന അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ അമിനോ ആസിഡ്സിൽ സിക്സ്ത് പൊസിഷൻ നോക്കൂ. നോർമൽ പേഴ്സണിന് ഗ്ലൂട്ടാമിക് ആസിഡാണ്, GLU എന്നുള്ളത് ഗ്ലൂട്ടാമിക് ആസിഡാണ്. എന്നാൽ എഫക്റ്റഡ് പേഴ്സണിന് നോക്കൂ, സിക്കിൾ സെൽ അനീമിക് പേഴ്സൻ്റെ സിക്സ്ത് അമിനോ ആസിഡ് കണ്ടോ? ബീറ്റ ചെയിനിലുള്ള ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിനിലുള്ള സിക്സ്ത് അമിനോ ആസിഡ് ഇസ് വാലീൻ. ഇങ്ങനെ ഒരു ചേഞ്ച് വന്നതുകൊണ്ടാണ് ആർ ബി സി സിക്കിൾ ഷേപ്ഡ് ആയതും ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറഞ്ഞു പോയതും. സിക്കിൾ ഷേപ്ഡ് ആർ ബി സി അല്ലെങ്കിൽ അഫക്റ്റഡ് ആർ ബി സിയുടെ ലൈഫ് സ്പാൻ വളരെ കുറവാണ് കാണുന്നത്. സാധാരണ നോർമൽ ആർ ബി സിയുടെ ലൈഫ് സ്പാൻ എത്രയാ? പഠിച്ചിട്ടുണ്ട് 10th. ഓർമ്മയില്ലേ? 120 days, 120 ദിവസമാണ്. എന്നാൽ എഫക്റ്റഡ് ആർ ബി സി, ദ ലൈഫ് സ്പാൻ ഓഫ് എഫക്റ്റഡ് ആർ ബി സി ഇസ് വെരി ലെസ് ആൻഡ് ഇറ്റ് ഗെറ്റ്സ് റപ്ചേർഡ് ഈസിലി. പെട്ടെന്ന് അത് ദ്രവിച്ച് അതിൻ്റെ റെമനൻസ് എല്ലാം ബ്ലോക്ക് ചെയ്യുന്നു, പാസേജ് ഓഫ് ബ്ലഡ്. അതുകൊണ്ട് സ്വെല്ലിംഗ് വരുന്നുണ്ട്, പെയിൻ വരും, ലിവർ ഡിസോർഡർ, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളാണ് ഇതോടനുബന്ധമായിട്ട് വരുന്നത്. ഇത്രയാണ് സിക്കിൾ സെൽ അനീമിയയെക്കുറിച്ച് പറയാനുള്ളത്. റെസസീവ് ജീനാണ്. നെക്സ്റ്റ് മെൻഡീലിയൻ ഡിസോർഡേഴ്സ്, ഫിനൈൽ കീറ്റോണ്യൂറിയ. ഫിനൈൽ കീറ്റോണ്യൂറിയ, ഇറ്റ് ഈസ് എൻ ഇൻബോൺ എറർ ഇൻ മെറ്റബോളിസം. മെറ്റബോളിസത്തിൽ വരുന്ന ഒരു ഇൻബോൺ എററാണ് ഫിനൈൽ കീറ്റോണ്യൂറിയ. ഇൻബോൺ എറർ, ജന്മനാലുള്ളത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ റെസസീവ് ജീൻ. ഡോമിനൻറ്റ് ജീൻ അല്ലാതെ റെസസീവ് ജീൻ കൊണ്ടുണ്ടാകുന്ന ഒരു തകരാറാണ് ഫിനൈൽ കീറ്റോണ്യൂറിയ. ഈ റെസസീവ് ജീൻ എന്താ ചെയ്യുന്നത് നോക്കാലോ. ഫിനൈൽ അലനീൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. സാധാരണ ഫിനൈൽ അലനീനെ ടൈറോസിൻ ആക്കിയിട്ട് മെറ്റബോളൈസ് ചെയ്യുന്നതാണ്. ഫിനൈൽ അലനീൻ എന്താക്കി മാറ്റും? ടൈറോസിൻ. ഇങ്ങനെ മെറ്റബോളൈസ് ചെയ്യുന്ന ഫിനൈൽ അലനീനെ ടൈറോസിൻ ആക്കാൻ സഹായിക്കുന്ന ഒരു എൻസൈം ആണ് ഹൈഡ്രോക്സിലേസ് എൻസൈം. ഈ എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ റെസസീവ് ജീൻ ആയതുകൊണ്ട് നടക്കുന്നില്ല. ഇപ്പം എൻസൈം ആബ്സെൻ്റ് ആവുമ്പോൾ ഫിനൈൽ അലനീൻ ടൈറോസിൻ ആവുമോ? ഇല്ല. ഫിനൈൽ അലനീൻ വിൽ ബി ഗെറ്റിംഗ് അക്യുമുലേറ്റഡ് ഇൻ ബ്ലഡ് ആൻഡ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഈ ഫിനൈൽ അലനീൻ എവിടെയൊക്കെ അക്യുമുലേറ്റ് ചെയ്യുക? ബോഡിക്കകത്ത് നിറച്ചും, ബോഡി ഫ്ലൂയിഡിലും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, പഠിച്ചിട്ടില്ലേ? ബ്രെയിൻ മെനിഞ്ചസിൻ്റെ എല്ലാം ഇടയിലുള്ള ഫ്ലൂയിഡാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഇതിനകത്തൊക്കെ അക്യുമുലേറ്റ് ചെയ്യും ഫിനൈൽ അലനീൻ, വിച്ച് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ മെൻ്റൽ ഇൽനെസ്. മാനസികമായിട്ടുള്ള റിട്ടാർഡേഷനും ഇൽനെസ്സും ബന്ധപ്പെട്ടുകൊണ്ട് ആൻഡ് അസോസിയേറ്റഡ് ഡിസോർഡേഴ്സ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഉണ്ടല്ലോ, പല അസോസിയേറ്റഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഈ ഫിനൈൽ അലനീൻ്റെ അക്യുമുലേഷൻ കൊണ്ട് മെൻ്റൽ ഡിസോർഡറും അതോടനുബന്ധിച്ച് വരുന്ന അസോസിയേറ്റഡ് പ്രോബ്ലംസും ഈ ആൾക്കാരിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വൺസ് അഗൈൻ യു സീ ദ സ്ക്രീൻ ഹിയർ. ഈ എൻസൈം ലാക്കിംഗ് കൊണ്ട് ഫിനൈൽ അലനീൻ ടൈറോസിൻ ആവുന്നില്ല.
ഈ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഡോമിനൻറ്റ് ജീൻ മാറി റെസസീവ് ജീൻ ആയതുകൊണ്ടാണ്. ഇതൊരു ഇൻബോൺ എറർ ഇൻ മെറ്റബോളിസമാണ്. ഫിനൈൽ കീറ്റോൺയൂറിയ ഈസ് എൻ ഇൻബോൺ എറർ ഇൻ മെറ്റബോളിസം. മറ്റൊരു മെൻഡീലിയൻ ഡിസോർഡറാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. എന്താണ് സിസ്റ്റിക് ഫൈബ്രോസിസ്? സാധാരണ നമ്മുടെ ബോഡിയിൽ കുറേ സെൽസ് ഉണ്ട്. സം ഓഫ് ദ സെൽസ് സെക്രീറ്റ് മ്യൂക്കസ് ആൻഡ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. സ്റ്റൊമക്കിനകത്തും ഇൻറ്റസ്റ്റൈനകത്തൊക്കെ ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റ് ചെയ്യുന്ന സെൽസ് ഒക്കെ ഉണ്ടല്ലോ. ചിലത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ ഇവിടെ വായക്ക് ഈ ഭാഗത്തും നേസൽ പാസേജിലും അങ്ങനെയുള്ള പാസേജസിലൊക്കെ മ്യൂക്കസ് സെക്രീഷനൊക്കെ ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ഈ സെൽസ് ഡിഫക്റ്റീവ് ആയതുകൊണ്ട് ദ മ്യൂക്കസ് ഓർ ഡൈജസ്റ്റീവ് ജ്യൂസസ് മേ ബിക്കം തിക്ക് ആൻഡ് സ്റ്റിക്കി. അങ്ങനെ ഈ പാസേജസ് എല്ലാം ഇറ്റ് വോണ്ട് ഫങ്ഷൻ പ്രോപ്പർലി. ഇത്തരം അവസ്ഥയാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു മെൻഡീലിയൻ ഡിസോർഡർ. മറ്റൊരു മെൻഡീലിയൻ ഡിസോർഡറാണ് താലസീമിയ. താലസീമിയ എന്ന് പറയുന്ന ഈ മെൻഡീലിയൻ ഡിസോർഡർ നമ്മളെ ബ്ലഡിനെ ബാധിക്കുന്നതാണ്. ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡറാണ്. ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഈ അസുഖമുള്ളവർക്ക് കുറയും. കാരണം എന്താണ്? ലോ RBC കണ്ടൻറ്റ്. ബ്ലഡിനകത്തുള്ള റെഡ് ബ്ലഡ് സെൽസിൻ്റെ അളവ് താരതമ്യേന കുറയുന്നു. അതിനോട് തന്നെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയുകയാണ്. താലസീമിയ. അപ്പോൾ രണ്ടും നമുക്ക് സ്ക്രീനിൽ കാണാം. സിസ്റ്റിക് ഫൈബ്രോസിസ് ആൻഡ് താലസീമിയ. ഇതും മെൻഡീലിയൻ ഡിസോർഡറാണ്. അപ്പം നമ്മളിന്ന് ഒരുപാട് മെൻഡീലിയൻ ഡിസോർഡേഴ്സ് പഠിച്ചു. കളർ ബ്ലൈൻഡ്നെസ്, ഹിമോഫിലിയ, സിക്കിൾ സെൽ അനീമിയ, ഫിനൈൽ കീറ്റോൺയൂറിയ, cystic fibrosis and thalassemia. All these are Mendelian disorders. ഇത് ജനറ്റിക് ഡിസോർഡറിലുള്ള മെൻഡീലിയൻ ഡിസോർഡേഴ്സ് ആണ് ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്രോമസോം ഡിസോർഡേഴ്സ് കാണാം. ഇത് നന്നായി വാച്ച് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് കൂടെ ഒന്ന് വായിക്കണം. ഓൾ ദി ബെസ്റ്റ്.